എല്ലാ വേദനകളും ഇഞ്ചറികളാണോ? ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ലയൻറ്റ് വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, എല്ലാ വെച്ചാൽ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഒരു 2 കൊല്ലമായിട്ട് പുള്ളി അങ്ങ് അതിന് ഉറപ്പിച്ചായിരുന്നു, സ്ഥിരീകരിച്ചായിരുന്നു എനിക്കത് ഇഞ്ചറിയാണ്, ഗ്രാജുവലി അത് കൂടുന്നുണ്ട് വേദന എനിക്കത്. അപ്പോൾ ഇനി അത് അദ്ദേഹം US-ലായിരുന്നു, അദ്ദേഹം തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഡോക്ടറെ കാണിക്കാം, അവിടെ ഈസിലി ഒരു എന്താ പറയുക ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഓർത്തോയെ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ലാത്തതുകൊണ്ട് അവർ നാട്ടിൽ വന്നതിന് ശേഷം അത് കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് അവർ എന്നെ പരിചയപ്പെടുകയും ഞങ്ങൾ ഒരു 4 ദിവസം ട്രയൽ അറ്റൻഡ് ചെയ്യുകയും ആ ട്രയലിലൂടെ മനസ്സിലാവുകയും ചെയ്തു അതൊന്നും ഒരു ഇഞ്ചറി അല്ല, ബേസിക്കലി അദ്ദേഹത്തിൻ്റെ മസിൽ വീക്കായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ്ങിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരൻ എല്ലാ വേദനകളും മാറുകയും പുള്ളി നല്ല എനർജറ്റിക് ആവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഞങ്ങൾ കോമൺ ആയിട്ട് ഫ്രണ്ട്സ് കൂടുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം, നിനക്കെന്ത് വേദനയുണ്ട്? മുട്ടുവേദന, എനിക്ക് നടുവേദന, അല്ലെങ്കിൽ നിനക്ക് BP എത്ര ഉണ്ട്, എനിക്ക് കൊളസ്ട്രോൾ ഇത്രയാണ് എന്നുള്ള കോമൺ ആയിട്ട് അവർക്ക് സംസാരിക്കാൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.